ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും സമീപനങ്ങളെയും സംബന്ധിച്ച് കുറച്ച് പരാമർശിക്കേണ്ടതും വിശദീകരിക്കേണ്ടതും അത്യാവശ്യമായതുകൊണ്ട് ആനുകാലിക വിശകലനങ്ങളുടെ തലത്തിൽ വിസ്തരിച്ച ഒരു അവതരണത്തിന് ചില പരിമിതികളുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതാണ്. ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യം കുറേ കാലമായി ഇന്ത്യൻ ജനത കാത്തുസൂക്ഷിച്ചു പോന്ന സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹിന്ദുത്വ വംശീയതയിൽ അധിഷ്ഠിതമായ വാദഗതികൾക്കും ദേശപൂജകരായ വിഭാഗങ്ങളുടെ അതിസങ്കുചിതമായ പ്രചാരവേലകൾക്കും നിരന്തരമായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഞാനിപ്പോൾ പരാമർശിച്ചത് അത് വിസ്തരിക്കാൻ വേണ്ടിയിട്ടോ വിശദീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ല. അതിലൂടെ ഈ ഹിന്ദുത്വ വംശീയതയുടെ വക്താക്കൾ ഒന്നിനു പിറകെ ഒന്നായി ഭിന്നതകൾ ഉണ്ടാക്കാൻ പറ്റിയതും മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ സഹായകമായതുമായ അജണ്ടകൾ ഉയർത്തിക്കൊണ്ടേ വരികയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള വർത്തമാനമുണ്ട്. CAA അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വിവിധ ബാബരി മസ്ജിദിന് ശേഷം വിവിധ ആരാധനാലയങ്ങളുടെ മേൽ രാജ്യത്ത് പൊതുവായി അംഗീകരിക്കപ്പെട്ട നിയമ പരിരക്ഷകളെ വരെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അവകാശവാദങ്ങളും അതിനെ പിന്തുടർന്നുകൊണ്ടുള്ള കർസേവകളിലേക്ക് വഴി നടത്തുന്ന ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ മേലുള്ള കയ്യേറ്റവും വഖഫ് നിയമത്തെ സംബന്ധിച്ചുള്ള ബില്ല് അതിൻ്റെ വിവിധ തലങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമുള്ള സംയുക്ത പാർലമെന്ററി സമിതിയെ ഒരു നോക്കുകുത്തിയാക്കി ജനാധിപത്യപരമായ യാതൊരു മര്യാദയും പാലിക്കാതെ JPC കമ്മിറ്റി കൈകാര്യം ചെയ്തതിനെയും തുടർന്ന് വഖഫ് ബില്ല് അതിൻ്റെ കരട് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നിലനിൽപ്പിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. ഈ ദിശയിലൊക്കെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയാൽ അത് ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുക നമ്മുടെ രാജ്യത്തെ തന്നെയാണ്. വിവിധ മതസ്ഥർക്കും സമുദായങ്ങൾക്കും ജാതികൾക്കും വംശങ്ങൾക്കുമൊക്കെ ഇടയിൽ സഹവർത്തിത്വം സാധ്യമാകുമ്പോൾ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതിനിടയിൽ ഭിന്നതയുടെ ബീജങ്ങൾ വളർത്തുന്നത് അന്തിമ വിശകലനത്തിൽ ഈ രാജ്യത്തിന് തന്നെയായിരിക്കും അപകടം വരുത്തുക. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ ഭിന്നിപ്പിൻ്റെ വാഹകർ എന്ന്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷ കക്ഷികൾ, ഇടതുപക്ഷം ഉൾപ്പെടെ അഖിലേന്ത്യാ തലത്തിൽ ഇതിനെതിരെയുള്ള യോജിച്ച നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ് കഴിഞ്ഞ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നിട്ടുള്ളതും ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നതും. 2019-ലെയും 2024-ലെയും പൊതു തെരഞ്ഞെടുപ്പിനെ അങ്ങനെയാണ് ഇന്ത്യ മുന്നണി നേരിട്ടിട്ടുള്ളത്. അപ്പോൾ ദേശീയ തലത്തിൽ ഈ വംശീയ ശക്തികൾക്കെതിരെ വളരെ കൃത്യതയും വ്യക്തതയുമുള്ള ഒരു നിലപാട് ഉള്ള ഒരു പക്ഷം ഇന്ത്യ മുന്നണിയുടെ ആ ഭാഗത്ത് നിലകൊള്ളുകയും അതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുകയും ഹിന്ദുത്വ വംശീയ ശക്തികളുടെ
ദുഷ്ടലാക്കുകളെ അപ്പപ്പോൾ തുറന്നു കാണിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ആ ശ്രമങ്ങളെ മുഴുവൻ അവതാളത്തിലാക്കുന്ന മാതിരി നമ്മുടെ കേരളത്തിൽ ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രബല വിഭാഗമായ CPM നമ്മൾ ഇന്നോളം കേട്ട് ശീലിച്ചിട്ടില്ലാത്ത വളരെ വിചിത്രമായ ഒരു നിലപാടുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ച് നമ്മൾ പല വേദികളിലും പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് തത്വാധിഷ്ഠിതമായി കാര്യങ്ങളെ കാണുന്ന പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ യോജിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിനും യോജിപ്പുള്ള പൊതുവിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിച്ചിട്ടുള്ള, സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രം ഇസ്ലാമിക പ്രസ്ഥാനത്തിനുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും അതുപോലെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തത്വങ്ങളിൽ നിന്നുകൊണ്ട് സഹകരിച്ചിട്ടുള്ളതുപോലെ തത്വങ്ങളിൽ നിന്നുകൊണ്ട് വിയോജിച്ചിട്ടുമുണ്ട്. അതാരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് ഈ തത്വാധിഷ്ഠിത നിലപാട് മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു കൂട്ടരുടെ ആധിപത്യവും മേധാവിത്വവും സർവാത്മന അംഗീകരിച്ച് അവരുടെ ചൊൽപ്പടിക്ക് ഇസ്ലാമിക പ്രസ്ഥാനം നിൽക്കും എന്നാരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ ആ സ്വപ്നം ഒരിക്കലും തന്നെ പൂവണിയാൻ പോകുന്നില്ല എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രാഷ്ട്രീയമായ സഹകരണമുണ്ടാകും, സഹകരിക്കാത്ത ഘട്ടങ്ങളും ഉണ്ടാകും. സഹകരിച്ച ഘട്ടങ്ങളിൽ അതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. മുതലാളിത്തത്തോടുള്ള സമീപനം, സാമ്രാജ്യത്വത്തോടുള്ള സമീപനം, വർഗീയതയോടുള്ള സമീപനം, വികസനത്തോടുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് എന്നും കേരളക്കരയിൽ എന്നും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടുള്ള വിഷയങ്ങളാണ്. മുതലാളിത്ത സാമ്രാജ്യത്വത്തോടും ആ മുതലാളിത്ത സാമ്രാജ്യത്വം മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളോടും സംഘപരിവാർ ഫാഷിസത്തോടും ആർജവമുള്ള നിലപാടുകൾ തത്വാധിഷ്ഠിതമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടുകളെ ബലപ്പെടുത്തുന്ന വിധത്തിൽ തത്വാധിഷ്ഠിതമായ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പിൽ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ പിന്തുണച്ച ഘട്ടത്തിലും ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ മീഡിയകൾ സാമൂഹിക വിശകലനത്തിൻ്റെയും രാഷ്ട്രീയ നിരൂപണത്തിൻ്റെയും ഭാഗമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഹകരിക്കേണ്ടതിനോട് സഹകരിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിലും അതുപോലെ തന്നെ ഭക്തിയിലും സഹകരിക്കുക, ശത്രുതയിലും പാപത്തിലും നിസ്സഹകരിക്കുക. ഈ ഒരു സമീപനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എല്ലാ സംഘടനകളോടും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ആ സമീപനത്തിന് ചിലപ്പോൾ പ്രയോജനങ്ങളുണ്ടാകും. ആ പ്രയോജനം CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ചിട്ടുണ്ടാവും. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ദുർബലമാവുകയും ഒരു പ്രബലമായ കക്ഷിയാവാൻ പിന്നെയും സാധ്യതയുള്ളത് കോൺഗ്രസിനാണ് എന്ന് പൊതുവെ കേരളത്തിലെ വോട്ടർമാർ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ശേഷം വോട്ടർമാർ എങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പ്രബുദ്ധരായ കേരളീയ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചു. സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ചില നിലപാടുകൾ ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ മീഡിയകളും മുന്നോട്ട് വെച്ചു. 2019 ഈ സ്വഭാവത്തിലുള്ള നിലപാടുകളുണ്ടായി. 2024 ഇതുപോലെയുള്ള നിലപാടുകളുണ്ടായി. സ്വാഭാവികമായും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നതാണ് ഹിന്ദുത്വ ഫാഷിസത്തെ തടയുന്നതിനുള്ള ഫലപ്രദമായ മാർഗം എന്ന ഒരു കാഴ്ചപ്പാട് കേരളീയ സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ ഇടതുപക്ഷം ഏകദേശം കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുമോ എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് ഒരു രാഷ്ട്രീയമായ യാഥാർത്ഥ്യമായിട്ട് അവർ കാണണമായിരുന്നു. എന്നിട്ട് ആ യാഥാർത്ഥ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എവിടെയും ബലി കൊടുക്കാതെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നവരാലോചിക്കേണ്ടിയിരുന്നു. അതിന് പകരം അവർ ഇസ്ലാമോഫോബിയ എന്ന ഉപയോഗപ്പെടുത്തി ഇവിടെ തങ്ങളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോകുന്ന ഈ മണ്ണ് പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന ഒരു അതിസാഹസത്തിലേക്ക്, അതിനപ്പുറം വേറെയും ചില മാനങ്ങളുണ്ട് എന്നാണ് സഖാക്കൾ തന്നെ അടക്കം പറയുന്നത്. അത് നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും ഏതൊക്കെയോ സ്വഭാവത്തിൽ എന്തൊക്കെ കേസുകളിലാണോ പെട്ടിരിക്കുന്നത് അവരെയൊക്കെ അതിൽ നിന്ന് അത് കാണിച്ച് വരച്ച വരയിൽ നിർത്താൻ കേന്ദ്രം ഭരിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒടുക്കുന്ന വിലയാണിത് എന്ന രീതിയിലും സംസാരങ്ങളുണ്ട്. അതെന്തോ ആവട്ടെ, അതിൽ തീർപ്പ് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ വിഷയമാകുന്നത് ഇസ്ലാമോഫോബിയയുടെ ഈ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് സാമ്രാജ്യത്വവും വർഗീയ ശക്തികളും നിരന്തരമായി ഇസ്ലാം ഭീതി ജനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ആ അന്തരീക്ഷത്തിൽ നിന്ന് തകർന്ന് മുങ്ങാനടുത്ത ഈ കപ്പലിനെ രക്ഷപ്പെടുത്താൻ അതൊരു തുരുപ്പ് ഷീട്ട്, ഒരു പൊടിവള്ളി ആക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്നിടത്തേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോയി. അഥവാ മാർക്സിസ്റ്റ് പാർട്ടി, കൃത്യമായി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി പോയി. ഇത് ഒരൊറ്റപ്പെട്ട പ്രവണതയല്ല. കൂടെ കൂടെ ഇടതുപക്ഷം ഇത്തരം ഇസ്ലാമോഫോബിയ പ്രയോജനപ്പെടുത്തി ശക്തിപ്പെടുത്താനോ പിടിച്ചു നിൽക്കാനോ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പഴയ മോഡൽ EMSന്റെ കാലത്ത് നടന്നിട്ടുള്ള ശരീഅത്ത് വിവാദമാണ്. ആ കഥയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്ക് തികട്ടി വരാറുണ്ട്. സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ SSLC വിജയശതമാനത്തെ പറ്റി പ്രകടിപ്പിച്ച അഭിപ്രായം, സഖാവ് കോടിയേരിയെ പോലെ പിന്നെ ഉള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് അവർ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് അമീർ ഹംസ കുഞ്ഞാലിക്കുട്ടി എന്ന് തോന്നുന്നത് പോലെയുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ വളരെ സ്വാദേശപൂർവമാണ്. ഇത് യാദൃശികമായി സംഭവിക്കുന്നതല്ല. ഇതിലൂടെ എന്താണ് നേടാൻ പോകുന്നത് എന്നതിൽ അവരുടെ മുമ്പിൽ ഒരു കൃത്യതയുണ്ട്. ആ നേടാൻ പോകുന്ന കാര്യം, നാളിതുവരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്, എന്തിനു വേണ്ടിയാണോ സംസാരിച്ചത്, എന്തിനു വേണ്ടിയാണോ പണിയെടുത്തത്, അത് ആത്മാർത്ഥമായും അവരുടെ സിദ്ധാന്തങ്ങളും തത്വങ്ങളുമായിരുന്നു എന്ന് കരുതുന്ന ആരൊക്കെയുണ്ടോ അവരെ മുഴുക്കെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനമാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇതല്ലാത്തവരും ഒരു കാഴ്ചപ്പാടുമുണ്ട്. അതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. ഞാനിപ്പോ ആ ചർച്ചയുടെ ഉള്ളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ദേശീയ തലത്തിൽ അതിഭീകരമായ സാഹചര്യം ന്യൂനപക്ഷ സമുദായങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ദളിതുകളും ഉൾപ്പെടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്യവൽക്കരണത്തെയും അരികുവൽക്കരണത്തെയും ഭീകരവൽക്കരണത്തെയും ഒക്കെ കൂട്ടായി നേരിടാൻ ഒരു മുന്നണി എന്ന നിലക്ക് ഇന്ത്യൻ സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ഫലത്തെയും അതിൻ്റെ മുഴുവൻ പ്രയോജനത്തെയും കളഞ്ഞു കുളിക്കുന്ന സ്വഭാവത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ടവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി പലപ്പോഴും പലതും പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോട് വന്നൊരു പ്രസ്താവനയിൽ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഖലീഫമാരുടെ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഖലീഫ എന്ന് പറയുന്നതിനെ പറ്റി ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്? അതേപോലെ ലവ് ജിഹാദിനെ പറ്റി നേരത്തെ നടത്തിയിട്ടുള്ള CPMന്റെ ഉത്തരവാദപ്പെട്ടവർ ലവ് ജിഹാദിനെ സംബന്ധിച്ച് നേരത്തെ നടത്തിയ പ്രസ്താവനകളുണ്ട്. അതേ പ്രസ്താവനകൾ പിന്നെ നമ്മൾ കേട്ടത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ നാവുകളിൽ നിന്നാണ്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം എവിടെയെങ്കിലും ഒരു ജനകീയ സമരം, ഗെയിൻ പൈപ്പ് ലൈനിനെതിരെ നടക്കുന്ന സമരം ഉദാഹരണത്തിന്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഒരക്ഷരവും പറയാതെ അവിടെ സർവേ നടത്താനും കുറ്റി നാട്ടാനും ആളെ വിട്ട് ആളുകൾ പ്രതികരിക്കുമ്പോൾ അവരെ തല്ലി ഒതുക്കാൻ പോലീസിനെ അയച്ച്, ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കേരളത്തിൽ. പിന്നീടാണ് വളരെ ഉദാരമായിട്ട് അവരെ കൈകാര്യം ചെയ്തതും കാശ് കൊടുത്തതും. അപ്പൊ സ്വാഭാവികമായും ആ നാഷണൽ ഹൈവേ വികസനത്തിന്റെ ആ ഘട്ടത്തിൽ സമരങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടുപോയി കൂട്ടാനുള്ള ശ്രമം നടന്നപ്പോൾ അതിനെതിരെ സമരം നടന്നിട്ടുണ്ട്. പല സ്വഭാവത്തിലുള്ള ചെറുത്തുനിൽപ്പുകളും ഉണ്ടാകും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്. കാരണം ഭരണകൂടത്തിന്റെ പണിയെടുക്കുന്നില്ല. ഭരണകൂടം ഈ ജനങ്ങളെ എങ്ങനെ വിറ്റ് കാശാക്കാം എന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഭരണകൂടത്തിന്റെ പണിയെടുക്കാതിരിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണ് ഓരോ മനുഷ്യനും. അവിടെ ജാതിക്കും മതത്തിനും ഒരു പ്രസക്തിയുമില്ല. എല്ലാ മനുഷ്യരും അത്തരം സമരങ്ങളിലുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഓരോ സമരത്തെ പറ്റിയും അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദാംശം പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാനിതിൻ്റെ മൊത്തത്തിൽ പറയുന്നത്. ഇങ്ങനെ നടന്ന ഏതൊക്കെ സമരം കേരളത്തിലുണ്ടോ ആ സമരങ്ങളെ പറ്റിയൊക്കെയും ഈ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ പിന്നിൽ തീവ്രവാദ സംഘങ്ങളാണ്, ഇതിൻ്റെ പിന്നിൽ വർഗീയവാദികളാണ്, അതിൻ്റെ പിന്നിൽ മുസ്ലിം വർഗീയവാദികളാണ്. ചിലപ്പോൾ അങ്ങനെ കൃത്യപ്പെടുത്തി പറയും, ചിലപ്പോൾ പൊതുവായിട്ട് പറയും. വർഗീയത, ഭീകരവാദം, തീവ്രവാദം എന്നിത്യാദി മുദ്രകൾ ചാർത്തിക്കൊണ്ട് അങ്ങനെ വന്ന് ഏറ്റവും ഒടുവിൽ നമ്മുടെ വ്യായാമ പരിപാടി, ഒരു ദോഷവും ആർക്കും വരുത്താത്ത വ്യായാമ പരിപാടിയുടെ പിന്നിലും ഇസ്ലാമിക ഭീകരത കാണുന്നിടത്തോളം ഇടതുപക്ഷം എത്തുമ്പോൾ ഇതൊരു ഗൗരവപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിയിട്ട് ഇവരാരോപിക്കുന്നതും ആക്രമിക്കുന്നതും യഥാർത്ഥ ഇസ്ലാമിന് നേരെ തന്നെയാണ് എന്ന്
എൻ്റെ ഈ സംസാരത്തിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന ഭാഗത്ത് ഞാൻ അതിലേക്ക് ചില സൂചനകൾ പറയാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സ്വഭാവത്തിൽ, അതായത് മുഖ്യമന്ത്രി മാത്രമല്ല, പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇതേമാതിരി സംസാരിക്കുന്നു, ജയരാജന്മാർ ഇതേമാതിരി സംസാരിക്കുന്നു, പിന്നീട് മോഹനൻ മാഷ് സംസാരിക്കുന്നു, അങ്ങനെ ആദ്യം പറഞ്ഞതിനെ പിന്നെ തിരുത്തുന്നു. ഇങ്ങനെ ഒരുപാട് സാഹന സർക്കസുകൾ ഈ കുറഞ്ഞ മാസങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോ സഹയാത്രികരോ ആയ ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ കളിക്കുന്ന കളി എന്ത് കളിയാണ്? ഇതിന്റെ പ്രയോജനമാർക്കാണ്? നേരത്തെ നരസിംഹറാവും കൂട്ടരും കേന്ദ്രത്തിൽ നടത്തിയ കളിയുടെ ഒരു കേരള പതിപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. അപ്പത്തെ അന്നത്തെ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മൂന്നാം ഊഴം ഉറപ്പിക്കണം. അതിനിപ്പോ കണ്ടുപിടിച്ച ഒരു മാർഗം, ആദ്യം തന്നെ മീഡിയകൾ കുറെ കാലമായിട്ട് ഒരു ഭീകരനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് സയ്യിദ് അബ്ദുൽ ആല മൗദൂദി. ഭീകരതയെക്കുറിച്ചുള്ള വാർത്തകളോ ചർച്ചകളോ നടക്കുമ്പോൾ വളരെ തന്ത്രപരമായി മീഡിയകൾ എങ്ങനെയാണ് പൊതുബോധം സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ പൊതുബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ്, വലിയ ഗവേഷണം നടക്കുന്ന മേഖലയാണ്. നിങ്ങളുടെ മക്കളെ ലജ്ജയില്ലാത്തവരാക്കാൻ, നിങ്ങളുടെ കുരുന്നു മക്കളെ, വലിയ വലിയ മനുഷ്യന്മാരെ 18-19 വയസ്സായ ആളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, 2 വയസ്സും 3 വയസ്സും 4 വയസ്സുമായ നിങ്ങളുടെ കുട്ടികളെ അവർ വളർന്നു വരുമ്പോൾ ലജ്ജ എന്ന് പറയുന്ന ഗുണമില്ലാതാക്കണമെങ്കിൽ ഗെയിമുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് അതിൽ ഗവേഷണം നടക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഗെയിമുകളുണ്ട്. ആ ഗെയിമുകൾ കുട്ടികൾ വളരെ നിർദോഷമായി എന്ന് നമ്മൾ കരുതുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട് 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 വളരുന്ന തലമുറ വലുതാകുമ്പോൾ അവർക്ക് ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം, ഇത് ആണിന് ആണിൻ്റെതായ അളവിൽ, പെണ്ണിന് പെണ്ണിൻ്റെതായ അളവിൽ മനുഷ്യത്വപരമായ വലിയ ഒരു മൂല്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. അത് സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഞാൻ അതിലേക്ക് പോയതല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, പൊതുബോധ നിർമ്മിതി എന്നത് വളരെയേറെ ഗവേഷണം നടക്കുന്ന ഒരു കലയാണ്. ഞാൻ പറഞ്ഞു വന്നത് സയ്യിദ് മൗദൂദിയെ സംബന്ധിച്ചാണ്, അദ്ദേഹത്തിന്റെ തൊപ്പിയും താടിയും. അപ്പോ ഒരു ഭീകര വാർത്ത കൊടുക്കുമ്പോൾ, ഒരു വർഗീയതയെ സംബന്ധിച്ചോ ഒരു എന്തെങ്കിലും ഒരു കൊലപാതകത്തിന്റെ വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയുടെ വഴിയെ അങ്ങനെ കൊടുക്കും. അപ്പുറത്തു കൂടി ഒന്നുകിൽ ഒരു മിനാരം, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും മതത്തിന്റെ ചിഹ്നം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖനായ ഒരു ഇസ്ലാമിക ചിന്തകൻ, ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ കാമ്പും കാതലുമുള്ള ഒരു വ്യക്തിത്വമാണ് സയ്യിദ് അബ്ദുൽ ആല മൗദൂദി എന്ന് ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് നടന്നതല്ല, കുറെ കാലമായിട്ട് ഈ ഒരു പണി ആവർത്തിച്ച് ചെയ്ത് മൗദൂദിയെ ഒരു ഭീകര സാധനമാക്കി വെച്ച ശേഷം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുപോയി മൗദൂദിയിൽ കെട്ടുക, എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുപോയി ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയുമായി ചേർത്ത് വെച്ച് പിന്നെ ഒരു നരേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് വെൽഫെയർ പാർട്ടിയെ UDF-ഉമായിട്ട് ചേർത്ത് വെക്കുക. അപ്പോ മൗദൂദി UDF-ൽ എത്തിയതിന്റെ ഫലം കിട്ടും എന്ന് ഇവർ മനസ്സിലാക്കുന്നു. എന്നിട്ട് ക്രൈസ്തവ സമൂഹത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷമുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ അവരുടെ ആ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘപരിവാറിന്റെ ആളുകളുമുണ്ട്, ഹിന്ദുത്വ വംശീയതയുടെ ആളുകൾ, അതുപോലെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് ഈ രീതിയിൽ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ആളുകൾ, ഇവരെയൊക്കെ ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് സ്പ്ലിറ്റാക്കിയിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ ഭീകരന്റെ റോളിൽ സ്റ്റേജിൽ നിർത്തിയിട്ട് ആ ഭീകരനെ ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ ആർജവമുള്ള നിലപാടെടുക്കുന്നത് ഞങ്ങളാണ് എന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് മൂന്നാം ഊഴം അതിലൂടെ ഉറപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ സഖാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണം. ഇത് വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചാൽ ഫലം കിട്ടുന്ന ഒന്നേ ഉപയോഗിക്കാൻ പറ്റൂ. അവിടെയാണ് സയ്യിദ് അബ്ദുൽ ആല മൗദൂദി ഇവരുടെ കയ്യിലെ ഒരു ഇരയായി മാറുന്നത്. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു, സയ്യിദ് അബ്ദുൽ ആല മൗദൂദിയുടെ ജീവിതം, അദ്ദേഹം വിഭജനത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന കാലം മുതൽ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളാവുകയും 2ഉം സ്വതന്ത്രമാവുകയും ചെയ്ത ശേഷം അദ്ദേഹം താമസിച്ചതും അദ്ദേഹം പ്രവർത്തിച്ചതും പാകിസ്ഥാനിലാണ്. ആ പാകിസ്ഥാനിലായിരുന്ന കാലം ഉൾപ്പെടെ അദ്ദേഹം എഴുതിയതും പ്രസംഗിച്ചതുമായ മുഴുവൻ രേഖകളും നിങ്ങൾ പരിശോധിച്ചോ? എനിക്ക് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. മനുഷ്യ സമൂഹം പൊതുവായി അംഗീകരിക്കുന്ന ജനാധിപത്യപരവും അതുപോലെ ജനാധിപത്യത്തിന്റെയും നീതിയുടെയും മതനിരപേക്ഷതയുടെയും പൊതുവായ കാഴ്ചപ്പാടുകളെ ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് മൗദൂദി സാഹിബിനെ തള്ളി അമീറിന്റെ ഒരു ആ ഇന്റർവ്യൂവിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ട അളവിൽ പറഞ്ഞു, അത്രേ പറയാൻ കഴിയൂ.
പക്ഷേ മൗദൂദിയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ കാണുന്നു എന്നത് അതിൻ്റെ ഒന്നാമത്തെ അമീറായിരുന്ന മൗലാന അബുല്ലൈസ് ഇസ്ലാഹി നദ്വി മുതൽ ഇങ്ങോട്ട് വ്യക്തമാക്കിയത് IPH-ന്റെ പ്രസിദ്ധീകരണങ്ങളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ അബുല്ലൈസ് ഇസ്ലാഹി നദ്വി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ പ്രഥമ അമീർ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ പ്രസ്ഥാനം വ്യക്തികളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രസ്ഥാനമല്ല എന്ന് മാത്രമല്ല, സയ്യിദ് അബുൽ അല മൗദൂദിയോടല്ല ഞങ്ങളുടെ കടപ്പാട്. അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ സംഭാവനകൾ രാജ്യാതിർത്തികൾ നോക്കിയിട്ടാണോ നമ്മൾ സ്വീകരിക്കുന്നത്? ഒരു വ്യക്തിയുടെ വൈജ്ഞാനികമായ സംഭാവനകൾ സ്വീകരിക്കുക എന്നത് ഒരു ഭാരവും ബാധ്യതയുമായിട്ടാണോ നമ്മൾ കാണുന്നത്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം വ്യക്തിപരമായി ബ്രഹ്മചര്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും അതുപോലെ ഓരോ ഇന്ത്യൻ പൗരനും ചെയ്യണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ നമ്മളെ മുസ്ലിം സമൂഹം ഷാഫി മത് ഇമാമിനെ അംഗീകരിച്ചു, അല്ലെങ്കിൽ ഇമാം അബൂ ഹനീഫയെ അംഗീകരിച്ചു, ഇമാം മാലിക് അവർകളെ അംഗീകരിച്ചു ഇമാമായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പണ്ഡിതന്മാരൊക്കെ എഴുതിയ അവസാനത്തെ വരി വരെ ഇവർ ഉത്തരം പറയേണ്ടതാണ് എന്നല്ല. അങ്ങനെ ലോകത്താരും അംഗീകരിച്ചിട്ടില്ല, അങ്ങനെ ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇവിടെ സഖാക്കളുടെ ഒക്കെ ഓഫീസുകളിലും വീടുകളിലും നമുക്ക് മാർക്സിന്റെ ഫോട്ടോ കാണാം, ലെനിന്റെ ഫോട്ടോ കാണാം, സ്റ്റാലിന്റെ ഫോട്ടോ കാണാം. ഈ പറയുന്ന മൂന്നാളുകളുടെയും മുഴുവൻ ചെയ്തികൾക്കും ഉത്തരം പറയാൻ ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ബാധ്യസ്ഥമാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾ വൈജ്ഞാനികമായിട്ട് കാണേണ്ടതിനെ വൈജ്ഞാനികമായിട്ട് കാണാൻ, വൈജ്ഞാനിക സംഭാവനകളെ ആ സ്വഭാവത്തിൽ സ്വീകരിക്കാൻ, യോജിപ്പുള്ളത് എടുക്കാനും വിയോജിപ്പുള്ളതിനോട് വിയോജിക്കാനുമുള്ള ചിന്താപരമായ സ്വാതന്ത്ര്യം ഇത് സമൂഹത്തിൽ മതരാഷ്ട്രീയ വിഭാഗീയതകൾക്കപ്പുറത്ത് ലോക സമൂഹം അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഈ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലും സയ്യിദ് അബുൽ അല മൗദൂദി ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ആണുള്ളത്. അതിന്റെ സാഹചര്യം വേറെയാണ്, ഇവിടുത്തെ ചുറ്റുപാട് വേറെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഇന്ന് നൽകിയ നിർദ്ദേശം ഇന്ത്യയും പാകിസ്ഥാനും നിർഭാഗ്യവശാൽ രണ്ട് രാജ്യങ്ങളാവുകയും രണ്ടും തമ്മിലുള്ള ബന്ധം പോക്കുവരവുകൾ അസാധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്ന നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1948 ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ അതിനു മുമ്പ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമുള്ള മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്നു. മാത്രമല്ല ഈ രാജ്യത്ത് ക്രമേണ ശക്തിപ്പെട്ടു വരുന്നത് ജനാധിപത്യപരമായ നടപടിക്രമങ്ങളിലേക്കാണ് രാജ്യം പുരോഗമിക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. തഹരീകെ ആസാദ് ഹിന്ദ് അവർ മുസൽമാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ വാദഗതികൾക്കൊക്കെ വളരെ വിശദമായി സയ്യിദ് അബുൽ അല മൗദൂദി മറുപടി പറയുന്നത് കാണാൻ പറ്റും. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു സമൂഹവുമായും യോജിക്കാതെ അവർക്ക് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം കാര്യം നോക്കിയാൽ മതി, വേറെ ഒരു സമൂഹത്തിന്റെയും ഒരു പ്രശ്നവും അറിയേണ്ടതില്ല. അല്ലെങ്കിൽ രാജ്യം ജനാധിപത്യത്തിലേക്കാണ് പുരോഗമിക്കുന്നത്, ഇതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല, ഇതല്ല നമ്മളുടെ ഗൗരവപ്പെട്ട വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിന്റെ വളരെ ഗൗരവമുള്ള രണ്ട് തലങ്ങൾ അദ്ദേഹം ചർച്ചയാക്കി. അദ്ദേഹം ഒരു ചിന്തകനാണ്, അദ്ദേഹം ഒരു പണ്ഡിതനാണ്, ഒരു പരിഷ്കർത്താവാണ്. സ്വാഭാവികമായും ഒരു ചിന്തകനും പണ്ഡിതനും പരിഷ്കർത്താവുമായ ഒരാൾ നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ ബുദ്ധിപരമായ സത്യസന്ധതയോടെ സമീപിക്കാൻ ആ കാലത്ത് ജനാധിപത്യത്തിന്റെ ആവശ്യകതയെ പറ്റി സയ്യിദ് മൗദൂദി എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് പറഞ്ഞ് നടന്നവരുടെ പിൻഗാമികളാണ് ഇന്ന് നമ്മളെ ജനാധിപത്യം പഠിപ്പിക്കാൻ വരുന്നത് എന്ന ഒരു വിചിത്രകരമായ അവസ്ഥ കൂടി ഈ വിഷയത്തിലുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മതേതര ജനാധിപത്യം, അതായത് ക്യാപിറ്റലിസ്റ്റ് സെക്യുലർ ഡെമോക്രസി, ഇതിനെ സയ്യിദ് അബുൽ അല മൗദൂദി നിരൂപണം ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി പുസ്തകങ്ങൾ ഈ ആശയത്തെ നിരൂപണം ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഞങ്ങൾക്ക് യാതൊരു അവ്യക്തതയുമില്ല. എന്താണ് വിഷയം? മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്ര പരമാധികാരം, ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അന്തിമമായ അധികാരം മനുഷ്യനാണ് എന്ന് സിദ്ധാന്തിക്കുന്ന ഇതൊരു ഭരണ സമീപനത്തിന്റെ, ഭരണം നടത്തുന്നതിന്റെയോ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതിന്റെയോ ഒരു നടപടിക്രമമല്ല.
മുതലാളിത്ത മതേതര ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു നടപടിക്രമമല്ല, അതൊരു ദർശനമാണ്. ആ ദർശനം മനുഷ്യന്റെ മേൽ മനുഷ്യരുടെ സ്വതന്ത്ര പരമാധികാരത്തിലേക്കാണ് ആളുകളെ നയിക്കുന്നത്. അത് നടപ്പിലാക്കിയ രാജ്യങ്ങളാണ് ലോകത്ത് നമുക്ക് കാണാവുന്ന നിരവധി രാജ്യങ്ങൾ. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ മനുഷ്യന് സഹജമായ അവന്റെ ഇച്ഛ, അവന്റെ ദേഹേച്ഛക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. ദേഹേച്ഛക്ക് തോന്നിയത് പറയുന്നു, ദേഹേച്ഛ തോന്നിപ്പിക്കുന്നത് നിയമമാക്കുന്നു, ആ നിയമം അധികാരം വെച്ച് നടപ്പിലാക്കുന്നു. അങ്ങനെ മനുഷ്യരെ മൊത്തം ദുഷിപ്പിലേക്ക്, നാശത്തിലേക്ക് നയിക്കുക എന്നതാണ് ഈ പാശ്ചാത്യൻ മതേതര ജനാധിപത്യം ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവന എന്ന് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലത്തിൽ ഈ മത ജനാധിപത്യത്തെ സംബന്ധിച്ച് സയ്യിദ് മൗദൂദി പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇന്നും അതിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ആ പറയുന്ന തത്വങ്ങൾ അതൊരു വൈജ്ഞാനികമായ സംവാദത്തിന്റെ വിഷയമാണ്. യഥാർത്ഥത്തിൽ മുതലാളിത്തത്തോടുള്ള വിരോധത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തെ സംബന്ധിച്ച ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് ക്രിയാത്മകമായ ഒരു പങ്ക്, ക്രിയാത്മകമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമായിരുന്നു. അത് ഇസ്ലാമോഫോബിയയുടെ പശ്ചാത്തലത്തിൽ അവരതൊക്കെ കളഞ്ഞു കുളിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ മുതലാളിത്ത മതേതര ജനാധിപത്യം സൃഷ്ടിച്ചുവിട്ട ഈ ഒരു അവസ്ഥാവിശേഷത്തെ വളരെ കൃത്യതയോടെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി പിറകോട്ട് പോയി കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഈ പ്രപഞ്ചം, നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാട്, ഈ ആവാസ വ്യവസ്ഥ, ഈ പ്രകൃതി, ഇതെങ്ങനെ ഉണ്ടായതാണ്? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടോ? അതല്ല ഇതൊരു കഥ പോലെ തികച്ചും യാദൃശികമായി സംഭവിച്ചതാണോ? നിങ്ങളെ ചരിത്രത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം അറിയുന്ന, ഏത് കാലം മുതലുള്ള മനുഷ്യരുടെ ചരിത്രം, പ്രാചീന ശിലായുഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ അങ്ങനെ ഏറ്റവും പൗരാണികമായി മനുഷ്യ സമൂഹം ജീവിതം ആരംഭിച്ച ആ കാലം മുതലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അന്ന് സൂര്യൻ ഉദിക്കുന്നതിന്, സൂര്യൻ അസ്തമിക്കുന്നതിന്, മഴ വർഷിക്കുന്നതിന്, കാറ്റടിച്ചു വീശുന്നതിന് പ്രകൃതിയിൽ പൊതുവായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമം അന്നു മുതൽ ഇന്ന് വരെയും മാറ്റമില്ലാത്തതാണ് എന്ന് നിങ്ങൾ കാണണം. ആ നിയമം ഇടക്ക് വെച്ച് മുമ്പ് സൂര്യന്റെ സഞ്ചാര വേഗത ഇത്ര ഉണ്ടായിരുന്നില്ല. ആദം നബിയുടെ കാലത്ത്, അഥവാ കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ച് പലതരത്തിലുള്ള ഇടപെടൽ നടത്തിയാണ് ഇന്നത്തേതുപോലെ ഒരു 24 മണിക്കൂർ കൊണ്ട് വൈകുന്നേരമാവുകയും നേരം പുലരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആദം നബിയുടെ നാവിൽ, അഥവാ ഒന്നാമത്തെ മനുഷ്യന്റെ നാവിൽ ഒരല്പം പഞ്ചസാര വെച്ചാൽ അദ്ദേഹത്തിന് മധുരിക്കുമെങ്കിൽ ഇന്നും പഞ്ചസാരക്ക് മധുരം തന്നെയാണ്. അന്ന് മുളക് കണ്ണിലോ നാവിലോ ആവുകയാണെങ്കിൽ എരിവ് അനുഭവപ്പെടുമെങ്കിൽ ഇന്നും അതുപോലെ തന്നെയാണ്. ഞാൻ പറയുന്നത്, മനുഷ്യന്റെ പ്രകൃതിയിലോ ഈ ആവാസ വ്യവസ്ഥയുടെ പ്രകൃതി നിയമങ്ങളിലോ മൗലികമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പുരോഗതി, മാറ്റം എന്നൊക്കെ പറയുന്നത് അതിന്റെ വിശദാംശങ്ങളിലുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന് വളരെ കൃത്യമായ ഒരു നിയമവ്യവസ്ഥയുണ്ട്. മാറ്റമില്ലാത്ത, മാറ്റത്തിന് വിധേയമല്ലാത്ത, അലംഘനീയമായ ഒരു നിയമവ്യവസ്ഥ. നിങ്ങളൊരു അമേരിക്കക്കാരന്റെ കയ്യിൽ ഒരു തീക്കണൽ എടുത്താൽ അദ്ദേഹത്തിന് തണുപ്പ് അനുഭവപ്പെടുമെന്നും, അതേസമയം ഒരു ആഫ്രിക്കക്കാരന്റെ കയ്യിൽ തീക്കണൽ കൊടുക്കുകയാണെങ്കിൽ അത് കരിച്ചു കളയുമെന്നും ഇങ്ങനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. തീക്കണലാണോ കയ്യിലെടുക്കുന്നത്, അത് ആ ഏറ്റവും പൗരാണികമായ കാലത്താണെങ്കിലും ഏറ്റവും ആധുനികമായ കാലത്താണെങ്കിലും തീക്കണൽ മനുഷ്യന്റെ കൈ പൊള്ളിക്കും എന്നതാണ് സുസമ്മതമായ ഒരു യാഥാർത്ഥ്യം. ഐസ് കട്ടയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെല്ലായിടത്തും ഒരേ അനുഭവമായിരിക്കും. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പ്രകൃതിക്ക് മാറ്റത്തിന് വിധേയമല്ലാത്ത അലംഘനീയമായ കുറെ പ്രകൃതി നിയമങ്ങളുണ്ട്. ആ പ്രകൃതി നിയമങ്ങളിലാണ് ഈ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ബുദ്ധിയും വിവേകവും കാര്യഗ്രഹണ ശേഷിയും ചിന്താശക്തിയുമുള്ള മനുഷ്യൻ നാൽക്കാലികളെ പോലെയാകരുത് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ ശക്തിയായ അഭിപ്രായമുണ്ട്. നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം ഈ വടകര ടൗണിൽ നിങ്ങൾക്ക് കാണാം, കടയുടമ കടയടച്ചു പോയ ശേഷം ആ കടത്തിണ്ണയിൽ കയറി കിടക്കാൻ വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്ന കന്നുകാലികളെ നിങ്ങൾക്ക് കാണാം. പശുവോ മൂരിയോ ആടോ മറ്റോ ആയിട്ട് അത്തരം മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാം. കടയുടമ പോയ ശേഷം അവരവിടെ കയറി കിടക്കും. രാവിലെ കടയുടമ വരുമ്പോ, അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തോ ഒരു ആവശ്യം വരുമ്പോ അത് പുറത്തിറങ്ങി നടക്കും. അതിന്റെ മേലെ, അതിന്റെ ശരീരത്തിൽ അതിശക്തിയായി വെയിലേൽക്കും, അല്ലെങ്കിൽ അതിശക്തിയായി
ശക്തമായി മഴയേൽക്കും. അപ്പൊ വെയില് ശരീരത്തിൽ തട്ടി ചുട്ടുപൊള്ളുമ്പോ സൂര്യനെ കുറിച്ച് ഈ പോത്ത് ചിന്തിക്കില്ല. മഴ പെയ്യുമ്പോ ശരീരം തണുക്കുമ്പോ മഴയെക്കുറിച്ച് അത് ചിന്തിക്കില്ല. അതിനതൊന്നും ഒരു പ്രശ്നമല്ല. മേലെ ആകാശം, താഴെ ഭൂമി, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇണചേരാൻ അവസരം കിട്ടിയാൽ പരിസരം പോലും പരിഗണിക്കാതെ നമ്മുടെ SFI കുട്ടികൾ ഇന്ന് ക്യാമ്പസിൽ എഴുതി വെക്കുന്ന ആ ബാനറുകളിൽ കാണുന്നത് പോലെ അവർ ആ പരിപാടിയിലേക്ക് ഏർപ്പെടും. ഇതൊക്കെ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നു, ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യനെങ്കിൽ ആ മനുഷ്യനും ഈ മൃഗവും തമ്മിൽ എന്താണ് അന്തരം? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ആ മനുഷ്യനും ഈ മൃഗവും തമ്മിൽ ഒരൊറ്റ അന്തരമേ ഉള്ളൂ. അത് നടന്നത് 4 കാലിൽ, ഇത് നടക്കുന്നത് 2 കാലിൽ. വേറെ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്, മനുഷ്യൻ ബുദ്ധിയുള്ള, സവിശേഷമായ സിദ്ധിയുള്ള, ആശയാവിഷ്കാരത്തിന് ശേഷിയുള്ള, ആശയപ്രകാശനത്തിന് കഴിവുള്ള, ചിന്തിക്കാനും നിരൂപണം ചെയ്യാനും വിശകലനം നടത്താനും അവതരിപ്പിക്കാനും അംഗീകരിപ്പിക്കാനും ശേഷിയുള്ള, മാരക ഹിംസ്ര ശേഷിയുള്ള ഭീകര വലിയ വലിയ ജന്തുക്കളെ വരെ, കാട്ടാനകളെയും കണ്ടാമൃഗങ്ങളെയും കാട്ടുപോത്തുകളെയും സിംഹങ്ങളെയും കടുവകളെയും വരെ പിടിച്ച് പരിശീലിപ്പിച്ച് മെരുക്കി ഒതുക്കി കൂടെ കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് കാശ് മേടിച്ച് ജീവിക്കാൻ ശേഷിയുള്ള മനുഷ്യനുണ്ടല്ലോ, ഇവൻ ഈ മൃഗത്തെ പോലെയല്ല. അപ്പൊ ഞങ്ങൾ പറയുന്നു വളരെ വിനയത്തോടെ, ഈ പ്രപഞ്ചത്തിന് നേരത്തെ ഞാൻ പറഞ്ഞു, പ്രകൃതിക്കൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ പണ്ട് മുതൽ ഇന്ന് വരെ മാറ്റമില്ലാത്തതാണ്. നമ്മളുടെ ശരീരഘടനയ്ക്കും അതുപോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ചൂട്, തണുപ്പ്, നമ്മളുടെ ശരീരത്തിൽ എരിവ്, മധുരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ മനുഷ്യന്റെ പ്രകൃതത്തിലും മൗലികമായ ഒരു മാറ്റവുമില്ല. കാലഘട്ടത്തിൽ എത്ര വലിയ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചാലും ഈ പ്രകൃതി നിയമങ്ങൾക്കൊന്നും മാറ്റമില്ല എന്ന ഒരു നഗ്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, ഈ മാറ്റമില്ലാത്ത പ്രകൃതി നിയമങ്ങൾ മൃഗങ്ങൾക്ക് ബാധകമായതുപോലെ മനുഷ്യർക്കും ബാധകമാണ്. പക്ഷെ മനുഷ്യൻ മൃഗമല്ല. അതുകൊണ്ട് അവന് കുറച്ചുകൂടി നിയമങ്ങൾ ആവശ്യമാണ്. അതിന് സാൻമാർഗിക നിയമങ്ങൾ എന്ന് പറയാം. അപ്പൊ പ്രകൃതി നിയമങ്ങളുടെ അടിത്തറകൾ മാറ്റമില്ലാത്തതാണ് എന്നതുപോലെ സാൻമാർഗിക നിയമങ്ങളുടെ അടിത്തറകളും മാറ്റമില്ലാത്തതാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ മനുഷ്യൻ പ്രവാചകനായിരുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരെ ലക്ഷക്കണക്കിന് ദൈവിക ദൂതന്മാരെ പടച്ചതമ്പുരാൻ നിയോഗിച്ചു ഭൂമിയിലേക്ക്. എന്തിന്? മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട്. അവിടെയാണ് സഖാക്കൾക്ക് മതത്തെ മനസ്സിലാക്കുന്നതിൽ വലിയ പാളിച്ച പറ്റിയത്. അവിടെയാണ് സഖാക്കൾ മതരാഷ്ട്രവാദം എന്നൊരാരോപണവുമായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ടെർമിനോളജി അല്ല, നമ്മുടെ സാങ്കേതിക പ്രയോഗമല്ല. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അത് പറയുന്നവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ പൊതുയോഗമൊക്കെ കഴിഞ്ഞിട്ട് ഇതിനോടുള്ളൊരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സഖാക്കളെങ്ങാനും കൂടെ ഒരു പൊതുയോഗം വെക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് അവരോട് പറയുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മതരാഷ്ട്രവാദം എന്ത് എന്ന് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് നിങ്ങൾ വിശദീകരിക്കണം. എവിടെയും വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. മൗദൂദി മതരാഷ്ട്രവാദിയാണ്, ജമാഅത്തിൻ്റെത് മതരാഷ്ട്രവാദമാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ജമാഅത്തിന്റെ എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ജമാഅത്തിന്റെ സാഹിത്യത്തിൽ ഈ മതരാഷ്ട്രം എന്നതിനുപയോഗിച്ച വാക്കെന്താ? ഉറുദുവിൽ അതിനുപയോഗിച്ച വാക്കെന്താണ്? IP മൗദൂദ് സാഹിബിന്റെ പുസ്തകങ്ങളൊക്കെ അടിസ്ഥാനപരമായി ഉറുദുവിലാണ്. മതരാഷ്ട്രം എന്നതിന് സയ്യിദ് അബുൽ അല മൗദൂദി ഉറുദുവിൽ ഉപയോഗിച്ച വാചകം എന്താണ്? അപ്പോൾ അവരതൊന്നും പഠിച്ചിട്ടില്ല, അവർക്കതൊന്നും വിഷയവുമല്ല. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയെങ്കിലും 3-ാം ഊഴം പാസ്സാകുന്നതിന് സാമുദായിക സമവാക്യങ്ങൾ അട്ടിമറിച്ച് അതിഭീകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി തൽക്കാലം അധികാര കസേര ഉറപ്പിക്കുക, അതിനി ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിച്ചാലും വേണ്ടില്ല എന്നവരൊറ്റ ആ അധികാരത്തിന്റെ മത്തല്ലാതെ ഒന്നിനെ കുറിച്ചും ഈ സഖാക്കളെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, മതരാഷ്ട്രവാദം എന്നത് അവർ പ്രയോഗിച്ചതാണ്, അല്ലെങ്കിൽ ചില മതസംഘടനയുടെ ആളുകൾ പ്രയോഗിച്ചതാണ്. അവരാണ് പറയേണ്ടത് എന്താണ് മതരാഷ്ട്രവാദം. ഞാൻ പറയട്ടെ, മതരാഷ്ട്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ പൗരോഹിത്യ വിഭാഗം ആ പൗരോഹിത്യത്തിന്റെ ഇംഗിതങ്ങളെല്ലാം, ഇഷ്ടങ്ങളെല്ലാം മുഴുവൻ മനുഷ്യരുടെ മേലും ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന, തിരുവായ്ക്ക് എതിർവായില്ലാതെ അനുസരിക്കേണ്ടി വരുന്ന ഒരു സമഗ്രാധിപത്യവും സ്വേച്ഛാധിപത്യവും നിറഞ്ഞ ഒരു ചൂഷണ വ്യവസ്ഥിതിയാണെങ്കിൽ അത് ചരിത്രത്തിൽ ആരാതിൻ്റെ ആളുകൾ? അത് എവിടെ നിങ്ങൾ കണ്ടത്? നിങ്ങൾ തിയോക്രസി എന്ന് സെർച്ച് ചെയ്താൽ, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ എന്താണ് ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്നത്? ആരാണ് ലോകത്ത് ഇങ്ങനെ ഒരു ചൂഷണ സാമൂഹിക ക്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായത്? അതൊക്കെ ആളുകളോട് ഉള്ളതുപോലെ പറയാൻ
ഒരുപക്ഷെ സഖാക്കൾക്ക് ഇന്നിപ്പോ അങ്ങനെ ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ഒന്നും നടത്താത്ത ഒരു കൂട്ടരായതുകൊണ്ട് ആകെ ഈ ഇക്കിളിപ്പെടുത്തുന്ന സംസ്കാരത്തിലേക്ക് ആളുകളെ വിളിക്കുകയും ജെൻഡർ ന്യൂട്രൽ ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ തീവ്രയത്ന പരിപാടിക്കിടയിൽ തലച്ചോറുണ്ട് ഞങ്ങൾക്ക് എന്നത് തന്നെ മറന്നുപോയിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് അവർക്കതൊന്നും പറയാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മതരാഷ്ട്രവാദമുണ്ടല്ലോ, അത് നിങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചെറു ന്യൂനപക്ഷം, ഒരു പ്രത്യേക മതത്തിന്റെ പൗരോഹിത്യത്തിന്റെ ആധിപത്യം, ചൂഷണം, അതിനുള്ള ഒരു മേലപ്പാണ് മതം, മേലപ്പാണ് ദൈവം, അത്രയേ ഉള്ളൂ. ബാക്കി ഈ പുരോഹിതന്മാരുടെ ചൂഷണ വ്യവസ്ഥിതിയാണ്, അടിമുടി ചൂഷണമാണ്. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാണോ? എങ്കിൽ സഖാക്കളെ, നിങ്ങളെക്കാൾ മുന്നേ ഈ ദൗത്യം വളരെ വൃത്തിയായി നിർവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനായ സയ്യിദ് മൗദൂദി ഇത്തരം രാഷ്ട്രത്തെ മതരാഷ്ട്രം എന്നല്ല പൈശാചിക രാഷ്ട്രമാണ് എന്നാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് ഉറുദുവിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അച്ചടിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അവിടെ പിന്നെ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് മതരാഷ്ട്രമെങ്കിൽ. പക്ഷെ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി പറയാനുണ്ട്. മതത്തിന്റെ പേരിൽ ഒരു പിടി പുരോഹിതന്മാർ ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന സാമൂഹിക ക്രമത്തോട് വിരോധമുള്ളതുപോലെ മതേതരത്വത്തിന്റെ മറവിൽ ഒരു ചെറുവിഭാഗം സ്വേച്ഛാധിപതികൾ മുഴുവൻ തൊഴിലാളി വർഗത്തെയും ചൂഷണം ചെയ്യുന്ന ആ ഏകാധിപത്യ സമഗ്രാധിപത്യ ക്രമത്തോടും ഞങ്ങൾക്ക് വിരോധമുണ്ട്. അതെന്തായിരുന്നു എന്ന് സ്റ്റാലിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. അതെങ്ങനെയായിരുന്നു എന്ന് മാവോ സേതുവിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മതപൗരോഹിത്യ ചൂഷണത്തെയും ഈ മതേതര പൗരോഹിത്യ ചൂഷണത്തെയും ഒരുപോലെ എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ആ പോയിന്റിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അത് ക്ലിയർ ആണ്. ഇനി ഞാൻ വീണ്ടും പറയട്ടെ, മതമൂല്യങ്ങൾ, നിങ്ങൾ മതരാഷ്ട്രവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതമൂല്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ പൊതുരംഗത്തേക്ക് കൂടി കടന്നു വരണം എന്ന് പറയുന്നതിനെയാണോ? അതായത് മതം സ്വകാര്യ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കണം എന്നാണ് സഖാക്കൾ പണ്ടേ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇത് സഖാക്കളെ പഠിപ്പിച്ചത് പാശ്ചാത്യൻ മതേതര മുതലാളിത്തത്തിന്റെ മതേതര ജനാധിപത്യമാണ്. അല്ലാതെ അത് ഇവരുടെ പാഠശാലയിൽ നിന്നുണ്ടായ ഒരു ഉരുപ്പടിയല്ല. പക്ഷേ അത് സഖാക്കൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മതം പൊതുജീവിതത്തിലേക്ക് വരരുത്, അത് സ്വകാര്യ ജീവിതത്തിൽ പരിമിതമാകണം. പൊതുജീവിതത്തിലേക്ക് മൂല്യങ്ങൾ കടന്നു വരണം എന്ന് വാദിക്കുന്നതിനെയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നതെങ്കിൽ, മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് സത്യസന്ധത, വിനയം, വിട്ടുവീഴ്ച, പരസ്പര ബഹുമാനം, നീതിബോധം, ഇതൊക്കെ മൂല്യങ്ങളാണ്, ആദിപുരാതനമായ മൂല്യങ്ങളാണ്. അത്രയും പഴക്കം ഈ മൂല്യങ്ങൾക്കുള്ളത് കൊണ്ട് വിശുദ്ധ ഖുർആൻ ആ മൂല്യങ്ങളെ മാറൂഫ് എന്നാണ് പ്രയോഗിച്ചത്. മാറൂഫ് എന്ന് പറഞ്ഞാൽ സുപരിചിതങ്ങളായവ എന്നാണ് അർത്ഥം. എല്ലാ കാലത്തും മനുഷ്യ മക്കൾക്ക് സുപരിചിതങ്ങളായവ. അപ്പൊ ആ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്ന് പറയുന്ന, രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും ഈ ധാർമ്മിക മൂല്യങ്ങൾ കടന്നു വരണം എന്നതിനെയാണ് മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ, പ്രവാചകൻ മുഹമ്മദ് നബിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയെ പറ്റി മാത്രമല്ല, ആ പ്രവാചകന്റെ അനുചരന്മാരായ 4 ഖലീഫമാരുണ്ടല്ലോ, നേരത്തെ പിണറായി വിജയൻ പറഞ്ഞ ആ ഖലീഫമാരെ കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ മതരാഷ്ട്രവാദികളായിരുന്നോ? അവർ മതരാഷ്ട്രവാദികളായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മതരാഷ്ട്രവാദികളാകുന്നതിൽ അശേഷം മടിയില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിൽ ജമാഅത്തിന്റെ ലക്ഷ്യം പറയുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി ഈ ലക്ഷ്യം അംഗീകരിച്ചിട്ടുള്ളത് നമ്മളുടെ മാതൃക പ്രവാചകൻ മുഹമ്മദ് നബിയും 4 ഖലീഫമാരുമാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രവാചകന്മാർക്കും ഖലീഫമാർക്കും ഇല്ലാത്ത എന്ത് പുതിയ വാദമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമായിട്ടുള്ളത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അല്ലാതെ ഈ പല്ലി വാലൊടിച്ച് രക്ഷപ്പെടുന്നത് പോലെ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു സാധനം വലിച്ചിട്ടാൽ നിങ്ങളുടെ ഏത് തകരാറും അതുകൊണ്ടങ്ങ് മൂടിവെക്കപ്പെടും എന്ന് കരുതുന്നുവെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ എന്ന് പറയുന്ന ആശയ വ്യവഹാരം നല്ല ശീലമുള്ള ഒരു സംഘം ഇവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം വളരെ ക്ലിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചത്തിന് ഒരു അലംഘനീയമായ മാറ്റമില്ലാത്ത നിയമമുണ്ട്. ഞാൻ ഈ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തിന് മാറ്റമില്ലാത്ത ഒരു നിയമമുണ്ട്. ആ നിയമം മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. പക്ഷേ മനുഷ്യൻ മൃഗത്തെ പോലെയല്ലാത്തത് കൊണ്ട് അവന് ധാർമ്മിക സദാചാരത്തിന്റെ ചില സാൻമാർഗിക നിയമങ്ങളും കൂടി വേണം.
പ്രകൃതി നിയമങ്ങളുടെ അടിത്തറ മാറ്റമില്ലാത്തതായതുപോലെ ഈ സാൻമാർഗിക നിയമത്തിന്റെയും അടിത്തറ മാറ്റമില്ലാത്തതാണ് എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ആ കാലാതിവർത്തിയായ ദൈവപ്രോക്തമായ ജീവിത പദ്ധതിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ ഒരു മതമായിട്ട് കാണുമ്പോഴാണ് നിങ്ങളിലെ ഈ മതരാഷ്ട്രം എന്ന് പറയുന്ന ആരോപണത്തിന് തന്നെ പ്രസക്തി ഉണ്ടാകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മതമല്ല, അതൊരു ജീവിത പദ്ധതിയും അതൊരു ഐഡിയോളജിയുമാണ്. ആ ജീവിത പദ്ധതിയും ഐഡിയോളജിയും ഒരു സമൂഹത്തിൽ പുലരുമ്പോൾ അത് പുരോഗമിക്കുമ്പോൾ അത് പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ അതിൽ രാഷ്ട്രവുമുണ്ട്, അതിൽ രാഷ്ട്രീയവുമുണ്ട്. ഇസ്ലാമിൽ എത്ര അളവിൽ രാഷ്ട്രീയമുണ്ടോ അത്രയും അളവിൽ ജമാഅത്തെ ഇസ്ലാമിയിലും രാഷ്ട്രീയമുണ്ടാകും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി അത് മാറ്റിവെക്കുക സാധ്യമല്ല. നിങ്ങൾ കണ്ടു ശീലിച്ച പുരോഹിതന്മാരുടെ ദാസവേലയുടെ പാതയല്ല ഇസ്ലാമിക പ്രസ്ഥാനം പഠിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ മനുഷ്യ മക്കൾക്ക് മുഴുവൻ സന്മാർഗമായിട്ട് പ്രവാചകന്മാരിലൂടെ ലഭിച്ചിട്ടുള്ള ദൈവികമായ ജീവിത പദ്ധതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തത്വങ്ങളിൽ നിന്നുകൊണ്ട് ആശയ വ്യവഹാരങ്ങളെയും സൈദ്ധാന്തികമായ ചർച്ചകളെയും ഇന്റലക്ച്വൽ എക്സസൈസ് എന്ന് നമ്മൾ പറയുന്ന ബൗദ്ധികമായ വ്യവഹാരങ്ങളെയും ഏറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തെ അതിന്റെ മെറിറ്റിൽ അഭിമുഖീകരിക്കുന്നതിന് പകരം വസ്തുതയുമായിട്ട് പുലബന്ധമില്ലാത്ത പഴകി പൊളിച്ച പണ്ടേ മതസംഘടനകൾ കൊണ്ടു നടന്ന് അത് യേശുന്നില്ലെന്ന് കരുതി അവർ തന്നെ വലിച്ചെറിഞ്ഞ ആ എച്ചിലുകൾ എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നിടത്താവരുത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ സഖാക്കളുടെ ഇന്റലക്ച്വൽ എക്സസൈസ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ആരോഗ്യകരമായ സംവാദങ്ങളിലും ചർച്ചകളിലും എന്നും അഭിരമിച്ചിട്ടുള്ള, അതിൽ സന്തോഷിച്ചിട്ടുള്ള, അതിനാരുമായിട്ടും വേദി പങ്കിട്ടിട്ടുള്ള, അതിനേത് ക്ഷണവും സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനം ഈ കേരളീയ സമൂഹത്തെ നന്മയിൽ അധിഷ്ഠിതമായി മാറ്റിപ്പണിയുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അതിന്റെ ഭാഗമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേരത്തെ അധ്യക്ഷന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് പരാമർശിച്ചതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മീഡിയ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരമായ പദ്ധതികൾ, സാമൂഹിക സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള വേദികൾ, ഇങ്ങനെ നിരവധി സംരംഭങ്ങൾ സമയോചിതമായ അജണ്ടകളായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തെ അതിന്റെ ആശയപരമായ ഉള്ളടക്കത്തിൽ അതിന്റെ ഗാംഭീര്യത്തോടെയും അതിന്റെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിന്റെ മാധുര്യത്തോടെയും മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിലയിരുത്താൻ, എന്നിട്ട് അതിനനുസരിച്ച് ഈ പ്രസ്ഥാനത്തോട് സമീപനം സ്വീകരിക്കാൻ നമുക്കാകണം. അതാണ് ബുദ്ധിപരമായ നിലപാട്. അതാണ് ഞങ്ങൾ വിശേഷിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് പോകുന്നതിന് ആഭ്യന്തരമായി എന്ത് പ്രതിസന്ധിയാണോ അവർക്കുള്ളത് അത് തിരുത്താൻ അവർ തന്നെ ആർജവം കാണിച്ചാൽ അവരുടെ സംഘടനയ്ക്ക് മാത്രമല്ല നമ്മുടെ കേരളീയ സമൂഹത്തിനും അത് ഭാവിയിൽ ഗുണം ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രപഞ്ചനാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.